ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഒരു നോർമൽ ഫോൺ ക്യാമറയിലാണ്. ബട്ട് എനിക്ക് എപ്പോഴും ഒരു ക്യാമറ അപ്ഗ്രേഡ് വേണമെന്നുണ്ടായിരുന്നു. സോ ഒരു പ്രൊഫഷണൽ ക്യാമറ വേണമെന്നുണ്ടായിരുന്നു. ഒരുപാട് ക്യാമറാസിൻ്റെ റിവ്യൂ കണ്ടെങ്കിലും ബഡ്ജറ്റിൽ ഒതുങ്ങാവുന്ന ഒരു ക്യാമറ വേണമെന്നുണ്ടായിരുന്നു. ക്യാമറ മാത്രം പോരല്ലോ, ഈ ക്യാമറയ്ക്ക് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ ഗിംബലും വേണമെന്നുണ്ടായിരുന്നു. സോ എന്തുകൊണ്ട് രണ്ടും കമ്പൈൻഡ് ഉള്ള ഒരു പ്രൊഡക്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ ഒരുപാട് റിവ്യൂസ് കണ്ടെങ്കിലും എനിക്കൊന്നും സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. ഒരു ക്യാമറയുടെ റിവ്യൂ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടത്. ഇത്രയും ചെറിയൊരു ക്യാമറയ്ക്ക് എങ്ങനെയാണ് ഇത്രയും ബെസ്റ്റ് ആയിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ നൈറ്റ് ഫോട്ടോഗ്രാഫിയും വീഡിയോസും ഒക്കെ വളരെയധികം ഇംപ്രസീവ് ആയിരുന്നു. സോ ഞാൻ ഫൈനലി ഡിസൈഡ് ചെയ്തു ഈ ഒരു ക്യാമറ തന്നെ മേടിക്കാം. മറ്റൊന്നുമില്ല, ദി DJI Osmo Pocket 3. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇതാണ് നമ്മൾ DJI Osmo Pocket 3. സോ ഈ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ട് ഏകദേശം 2 കൊല്ലത്തിലായി. ബട്ട് സ്റ്റിൽ ഈ പ്രൊഡക്റ്റ് വളരെയധികം ഹൈപ്ഡാണ്. കാര്യം ഇതിന്റെ പ്രൈസ് ഒട്ടും കുറയുന്നില്ല, ഇറങ്ങിയ പ്രൈസ് തന്നെ ഇപ്പോഴും നിൽക്കുക. സോ ഞാനിത് മേടിച്ചിട്ട് ഏകദേശം 1 ഇയറോളായി. 1 ഇയറിന് ശേഷമുള്ള എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഈ ഒരു ക്യാമറ തോന്നിയിട്ടുള്ളത് നൈറ്റ് വീഡിയോഗ്രാഫിക്കാണ്. കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റ് ക്യാമറാസ് ആയിട്ട് യാതൊരു രീതിയിലും കോമ്പീറ്റ് ചെയ്യുന്നില്ല. നൈറ്റ് വീഡിയോഗ്രാഫി എങ്ങനെയാണെന്ന് അറിയില്ല, വളരെയധികം ഇംപ്രസീവ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനകത്ത് ഓൾമോസ്റ്റ് ഓൾറെഡി ഒരു ഫീച്ചർ ഉണ്ട്, ലോ ലൈറ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. ബട്ട് ഈവൻ വിത്തൗട്ട് ദാറ്റ് വളരെ ബെസ്റ്റ് ഷോട്ട്സ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ലോ ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് ഓവർ എക്സ്പോഷർ ആവാതെ വളരെ നല്ല രീതിയിൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. സോ ഇത് ജസ്റ്റ് ഒരു ക്യാമറ മാത്രം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇത് ഇൻക്ലൂഡിങ് ഗിംബലും കൂടിയാണ്. അതേപോലെ ഇതൊരു 1 ഇഞ്ച് സെൻസർ ആണ് ഇതിനകത്ത് വരുന്നത്. 1 ഇഞ്ച് സെൻസർ ക്യാമറ ആണിത്. പിന്നെ ഇതിനകത്ത് ഒരു AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. സോ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് 2 രീതിയിൽ മേടിക്കാൻ പറ്റും. നമുക്കിത് DJIയുടെ ക്യാമറ മാത്രമായിട്ട് മേടിക്കാം, അതല്ലെങ്കിൽ ഇതിന്റെ കോംബോ കിറ്റ് കൂടെ മേടിക്കാം. പക്ഷെ ഞാനിത് പർച്ചേസ് ചെയ്തത് ഇതിന്റെ കോംബോ കിറ്റ് കൂടെ. അപ്പൊ നിങ്ങളിത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടും കോംബോ കിറ്റ് കൂടെ മേടിക്കാവുന്നേ ഞാൻ പറയുന്നു. സോ ഇതിന്റെ കൂടെ കിട്ടുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിന്റെ ഒരു കവർ കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഔട്ട്ഡോർ ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഈ ഒരു കവർ യൂസ് ചെയ്യാം. ബട്ട് ഇതൊരു കംപ്ലീറ്റ് കവർ ആണെന്ന് ഞാൻ പറയത്തില്ല, കാര്യം ഇതിന്റെ 2 പാർട്ട് വരുന്നുണ്ട്. കാര്യം ഇത് ഒരു പാർട്ട് മാത്രമേ കവർ ആവുന്നുള്ളൂ. പിന്നെ ഇതിന്റെ ഒരുപാട് ആക്സസറീസ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഒരു സ്റ്റാൻഡ് പോലെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കിട്ടുന്നുണ്ട്, ടേബിളൊക്കെ പ്ലേസ് ചെയ്യാനായിട്ട്. ഇതിന്റെ ഒരു ഹാൻഡിൽ പോലത്തെ ഐറ്റമാണ്, അത് ബാറ്ററി അല്ല. പിന്നെ DJIയുടെ മൈക്ക് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ എക്സ്റ്റൻഡ് ബാറ്ററി കിട്ടുന്നുണ്ട്. പിന്നെ വിൻഡ് മഫ്, പിന്നെ ഒരു 20mm വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. സോ ഇതിനകത്ത് നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ 10 ബിറ്റ് കളറാണ്. സോ നമുക്ക് D-Log MLും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ HLG ഓപ്ഷൻ യൂസ് ചെയ്തും ഇതിനകത്ത് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് HLGയിൽ ഷൂട്ട് ചെയ്യുന്നതിന് കുറച്ചുകൂടെ ബെറ്റർ നൈറ്റ് വീഡിയോസിൽ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ എക്സ്പോഷറൊക്കെ ഓൾമോസ്റ്റ് കൺട്രോൾഡ് ആണ്. ഏറ്റവും ബെസ്റ്റ് ഷോട്ട്സ് എനിക്ക് തോന്നുന്നു HLG വെച്ച് ഷൂട്ട് ചെയ്യുമ്പോഴായിരിക്കും കളർ ഗ്രേഡ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത് നൈറ്റ് ഷോട്ട്സ്. ഞാൻ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്റ്റീവ് ഹ്യൂമൻ ട്രാക്കിംഗ് കിട്ടുന്നതായിരിക്കും. അപ്പം എന്ത് ഒബ്ജക്റ്റിനെ നമ്മൾ ട്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഞാനിപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്നെ ട്രാക്ക് ചെയ്യുന്നതായിരിക്കും. സോ മറ്റൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഇതിനകത്ത് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ മറ്റൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയൊരു ഫീച്ചർ എന്ന് പറയുന്നത്, ഇതിനകത്ത് മിമോ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. നമുക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു Osmo Pocket 3 നമുക്കൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ നമ്മൾ ഇതിനകത്ത് ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് വൈഫൈ ത്രൂ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ ഔട്ട്ഡോർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് എന്തൊക്കെയാണ് ഷൂട്ട് ചെയ്തതെന്ന് ചിലപ്പോൾ അറിയാൻ പറ്റില്ലെന്ന് വരും. സോ നമ്മളെ ഫോണിൽ അത് വ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം തിരിച്ചറിയാൻ പറ്റുന്നതാണ് എന്തൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തതിൽ വന്ന പോരായ്മകൾ നമുക്ക് അറിയാൻ പറ്റും. മെയിൻലി ഞാൻ ഒരു ക്യാമറ എടുക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, ലോ ലൈറ്റ് ഷൂട്ടിങ്ങിൽ ഏറ്റവും ബെസ്റ്റ് ക്യാമറയാണ്. ഞാൻ മറ്റ് ക്യാമറാസായിട്ട് കമ്പയർ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് റിവ്യൂവിൽ വളരെയധികം ബെറ്റർ ആയിട്ട് തോന്നിയ ഈ ഒരു ക്യാമറ ആയിരുന്നു. സോ ആ ഒരു റിവ്യൂവിൽ കണ്ട കണക്ക് തന്നെ ഞാൻ ഈ ഒരു ക്യാമറ യൂസ് ചെയ്തപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈവൻ സോണിയുടെ ZV-10 കമ്പയർ ചെയ്താലും ലോ ലൈറ്റിൽ ബെറ്റർ റിസൾട്ട്സ് കിട്ടുന്നത് ഈ ഒരു ക്യാമറ തന്നെയാണ്. പിന്നെ അതിനകത്ത് നമുക്ക് സൂം ഇൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ സൂമാണ് വരുന്നത്. 4x ഡിജിറ്റൽ സൂം മാത്രമേ ഉള്ളൂ. പക്ഷേ സൂമിങ് അത്ര ബെറ്റർ ഒന്നുമല്ല.
കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഫോണിന്റെ സൂമിംഗ് ആയിട്ട് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ നമുക്ക് ബെറ്റർ സൂമിംഗ് ആയിട്ട് തോന്നത്തില്ല. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ 20mm വൈഡ് ലെൻസ് കിട്ടുന്നുണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനകത്ത് കിട്ടുന്ന വീഡിയോസ് ഓൾമോസ്റ്റ് വൈഡ് തന്നെയാണ്, അത്യാവശ്യം ഏരിയാസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു വൈഡ് ലെൻസ് കൂടെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ ഏരിയ കവർ അപ്പ് ആവുന്നതായിരിക്കും. ഇതിന്റെ കൂടെ ഇൻബിൽഡ് ആയിട്ട് കിട്ടുന്നതാണ് ഈ ഒരു വൈഡ് ലെൻസ് 20mm. പക്ഷെ അല്ലാതെ നിങ്ങൾക്ക് ND ഫിൽറ്റേഴ്സ് ഓൺലൈൻ മേടിക്കാൻ കിട്ടും. സോ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഇത് ഓൺ ആക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ നമ്മൾ ടേൺ ചെയ്ത് ഓൺ ആക്കുന്നതാണ്. നമ്മളിത് ടേൺ ചെയ്യുമ്പോൾ ഇത് ഓൺ ആവുന്നതായിരിക്കും. അതേപോലെ ഈ ഒരു ഡിസ്പ്ലേ നമ്മൾ ടേൺ ചെയ്യുകയാണെങ്കിൽ ഇത് ഓഫ് ആവുന്നതായിരിക്കും. സോ നമുക്ക് അതിൽ എത്ര സെക്കൻഡ്സിനുള്ളിൽ ഓഫ് ആവണം അല്ലെങ്കിൽ ഓഫ് ആവണോ വേണ്ടേ എന്നുള്ള സെറ്റിംഗ്സും ഇതിനകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതിനകത്ത് റെസൊല്യൂഷൻസ് നോക്കുകയാണെങ്കിൽ വീഡിയോ റെസൊല്യൂഷൻസ് നോക്കുകയാണെങ്കിൽ 1080p 24, 25, 30 അങ്ങനെ 60 ഫ്രെയിംസ് വരെ റെക്കോർഡ് ചെയ്യാം. പിന്നെ നമുക്ക് 2.7Kയിലും 60 ഫ്രെയിംസ് റെക്കോർഡ് ചെയ്യാം. പിന്നെ 4Kയും നമുക്ക് 60 ഫ്രെയിംസ് റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ റേഷ്യോസും ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇൻസ്റ്റാഗ്രാം റെസൊല്യൂഷനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു റെസൊല്യൂഷൻ വരെ നമുക്ക് 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എബവ് 2K അതായത് ഒരു 3K റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഗിംബലിൽ വരുന്നതിൽ ഒരു ഫീച്ചർ, നോർമൽ ഗിംബലിൽ വരുന്ന ഒരു ഫീച്ചർ ഇതിനകത്ത് ഉണ്ട്. പക്ഷെ അതിനകത്ത് വരുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് ഇല്ല. നമുക്ക് 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ബാറ്ററിയുടെ സിമ്പിളിൽ ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാറ്ററി പെർസെൻറ്റേജ് അറിയാം. പിന്നെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് സ്വാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ഷൂട്ട് ചെയ്ത വീഡിയോസ് ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണുന്നത്. അതേപോലെ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റോട്ട് സ്വാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പ്രോ മോഡ് സെറ്റിംഗ്സിലോട്ട് പോകാം. നമുക്ക് ഗ്ലാമർ എഫക്റ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മീമോ ആപ്പ് വേണം. സോ നമുക്ക് ഔട്ട്ഡോർ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് വിൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ DJയുടെ മൈക്കിൽ നമുക്കൊരു വിൻഡ് മഫ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൻ നമ്മൾ വിൻഡ് മഫ് യൂസ് ചെയ്തില്ലെങ്കിൽ പോലും സറൗണ്ടിങ്ങിലുള്ള വോയിസ് ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നത് വളരെയധികം കുറവാണ്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഫൈൽ സെറ്റിംഗ്സ് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പ്രൊഫൈൽ സെറ്റിംഗ്സ് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. സോ നിങ്ങൾ ആ ഒരു സെയിം സ്റ്റുഡിയോ ഷൂട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം ലൈറ്റിങ്ങിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഫൈൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറ്റ് ചേഞ്ചസ് ഒന്നും വരുത്താതെ തന്നെ, ഒരുപാട് എഡിറ്റിംഗിൽ ചേഞ്ചസ് ഒന്നും വരുത്താതെ തന്നെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓവറോൾ നമ്മളൊരു 45 മിനിറ്റ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എക്സാക്റ്റ് 45 മിനിറ്റ്സ് കിട്ടണമെന്നില്ല, കാര്യം നമ്മൾ യൂസ് ചെയ്യുന്ന റെസൊല്യൂഷൻ അനുസരിച്ചിരിക്കും. അതുപോലെ നമ്മൾ ഔട്ട്ഡോർ ആണ് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രൈറ്റ്നസ് ഡിഫറൻസ് ഒക്കെ വരും. അപ്പോൾ ഒരു 30 to 45 മിനിറ്റ്സ് വരെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അഡീഷണൽ ബാറ്ററി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു 40 മിനിറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടോട്ടൽ ഒരു 80 to 90 മിനിറ്റ്സ് വരെ നമുക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ചാർജിങ് ടൈം, ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1 ഹവറിനുള്ളിൽ ചാർജ് ആവുന്നതായിരിക്കും. 0 to 100 ഒരു 1 ഹവറിനുള്ളിൽ ചാർജ് ആവുന്നതായിരിക്കും ഫാസ്റ്റ് ചാർജിങ് ആണെന്നുണ്ടെങ്കിൽ. നോർമൽ ചാർജർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 1 ഹവർ എടുക്കുന്നതായിരിക്കും. പിന്നെ സ്ലോമോ അറ്റ് 120 ഫ്രെയിംസ് വരെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ഒരു ക്യാമറയിൽ എനിക്ക് എപ്പോഴും പേടിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് തറയിൽ വീണ് കഴിഞ്ഞാൽ സ്പോട്ടിൽ ഇതിൻ്റെ മോട്ടറും ബാക്കി കാര്യങ്ങളൊക്കെ, അപ്പോൾ ഒരുപാട് ഗിംബൽസിനും ഈ ഒരു ഇഷ്യൂസ് വന്നു. തറയിൽ വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ കേടാവുന്നതായിരിക്കും. ബട്ട് ഇതിനകത്ത് ഗിംബൽ മാത്രമല്ല, ഇൻക്ലൂഡിങ് ക്യാമറയാണ്. സോ വളരെ സെൻസിറ്റീവായിട്ട് യൂസ് ചെയ്യണം. സോ അങ്ങനെ ഒരു ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ പോകും, ഇതിൻ്റെ ക്യാമറ, സ്ക്രീൻ, അങ്ങനെയുള്ള ഒരുപാട്. സോ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് പെട്ടെന്ന് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്ക്രീൻ ഗാർഡ് യൂസ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഒരു സ്ക്രീൻ ഗാർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സ്ക്രീൻ ഗാർഡ് നമുക്ക് ഈ ഒരു ലെൻസിലും യൂസ് ചെയ്യാം. ബട്ട് ലെൻസിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കാര്യം ക്യാമറ ക്വാളിറ്റിയിൽ ഡിഫറൻസ് വരുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ ഫോണിൻ്റെ ക്യാമറ പോലും ഈ ഒരു പ്രൊട്ടക്ഷൻ ഗാർഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് അത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ എക്സ്റ്റൻഡ് ബാറ്ററി വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ജസ്റ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാർട്ടാണ്, ഇത് ബാറ്ററി അല്ല. സോ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഒരു ഫോണിൻ്റെ സൈസുമായിട്ട് നോക്കുമ്പോൾ എന്തുമാത്രം ചെറുതാണെന്നുള്ളത്. സോ അത്രത്തോളം ചെറിയ ഒരു ഹാൻഡി ആയിട്ട് കൊണ്ടുവരാൻ പറ്റിയ ഒരു ബെസ്റ്റ് ക്യാമറയാണ് നിങ്ങൾക്ക് ഔട്ട്ഡോർ വ്ളോഗിങ്ങിന്, ഈവൻ സ്റ്റുഡിയോ വ്ളോഗിങ്ങിനും ബെസ്റ്റ് ക്യാമറ തന്നെയാണ്. ഈ ഒരു ക്യാമറയുടെ പ്രൈസ് ഇപ്പോഴും ഞാൻ പർച്ചേസ് ചെയ്തത് ഏകദേശം 2.5K ഇവിടുത്തെ പ്രൈസ് ആണ് 2.5K. ഇപ്പോഴും ഓൺലൈനിൽ ആ ഒരു പ്രൈസിൽ തന്നെ നിൽക്കുന്നുള്ളതാണ്. അതായത് വളരെയധികം ഹൈപ്ഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. ബട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഹൈപ്ഡ് ആണോ, അതിനുള്ള ഇതിന് ബെനിഫിറ്റ് ഉള്ളൊരു സാധനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറയും ബെനിഫിറ്റ് ഉള്ളൊരു സാധനം തന്നെയാണ്. നിങ്ങൾക്ക് ഇത് ആർക്കൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഔട്ട്ഡോർ വ്ളോഗ്സ് ഒരുപാട് ഉണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ക്യാമറയാണ്. എസ്പെഷ്യലി നൈറ്റ് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വളരെ നല്ല ക്യാമറയാണ്. ഈവൻ നിങ്ങൾക്ക് സ്റ്റുഡിയോ യൂസിന് യൂസ് ചെയ്യാം. ബട്ട് മോസ്റ്റ്ലി സ്റ്റുഡിയോ വീഡിയോസ് മാത്രം ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യത്തില്ല. ബട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വ്ളോഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, പ്രൊഡക്റ്റ് ബ്രാൻഡ് വീഡിയോസ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്യാമറയാണ്. അതേപോലെ നിങ്ങൾ കമ്പൈൻഡ് ഔട്ട്ഡോർ പ്ലസ് ഇൻഡോർ ഷൂട്ടാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഈ ഒരു DJI Osmo Pocket 3യെ പറ്റി എൻ്റെ ഒരു അഭിപ്രായം ഇത്രയേ ഉള്ളൂ. സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായമോ താഴെ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. സോ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും.